മലയാളി ഗൈസ്. ഒരു ബേക്കറി കടയിലെ ഉള്ളിവട, അതായത് എൻ്റെ ബേക്കറി കടയിലെ ഞാനുണ്ടാക്കുന്ന ഉള്ളിവടയുടെ ഒരു റിസൈപ്പ് ആണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ണിമാഷ് ക്രിയേഷൻസ് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതില് കുക്കിംഗ് മാത്രമല്ല, സ്പിരിച്വാലിറ്റി, പ്രയർ, യോഗ, ഇംഗ്ലീഷ് ക്ലാസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്റ്റോറീസ്, മഹാഭാരതം, ഭഗവത്ഗീത, പ്രയർ ടീച്ചിങ് ഇതൊക്കെ അടങ്ങിയ ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടനും അമർത്തേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. 1 കിലോ സവോള തൊണ്ട് പൊടിച്ച് വെക്കുക. അതിൽ വേണ്ട ചേരുവകൾ മാറ്റി വയ്ക്കുക. അതിലേക്ക് വേണ്ട ചേരുവകളാണ് ഈ വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ മുളക് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഉപ്പും വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ വിട്ടുപോകും നമ്മൾ. അതിനുശേഷം ഒരു 30 ഗ്രാം ഇഞ്ചി, 2 തണ്ട് വേപ്പില, പിന്നെ ഒരു 50 ഗ്രാം മുളക്, പിന്നെ മല്ലിയില പച്ച അല്ലെങ്കിൽ ഉണക്കിയായാലും മതി, 1 കിലോ സവോള. ഇത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. ഓക്കെ, അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന മാതിരി സവോള നൈസായിട്ട് ബിരിയാണിക്ക് കരിയുന്ന മാതിരി വളരെ നൈസായിട്ട് കഴിഞ്ഞാൽ അത്ര നല്ലത്. ഓക്കെ, നീളത്തിൽ അങ്ങനെ അരിയുക. അപ്പോൾ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഈ അരിഞ്ഞ സവോളയിലേക്ക് അതിനൊന്ന് വേർപെട്ട് കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് ഞെരുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ സവോളകളൊക്കെ വേറിട്ട് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കുക. ഇപ്പോൾ ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, അത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം, ഒന്നുകൂടി ഉപ്പ് ചേർക്കേണ്ടതാണ്, കാരണം ഇത് വെള്ളത്തിലൂടെ പോകും. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ ആ വെള്ളം കംപ്ലീറ്റ് മാറ്റിക്കളയണം. ഈ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെയും സവോളയിലുള്ള വെള്ളത്തിന് നമുക്ക് കുഴയ്ക്കുമ്പോൾ ഉപകാരം വരും. നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം സവോളയിൽ എല്ലാ ചേരുവകളും നമ്മളൊരു പേപ്പറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേരുവകൾ എല്ലാവരും തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ജീരകം, പിന്നെ ഇഞ്ചി, മുളക്, വേപ്പില, അതെല്ലാവരും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കുക, എല്ലായിടത്തും പിടിക്കാവുന്ന രീതിയിൽ. ഇപ്പോൾ സവോളയോടൊപ്പം എല്ലാ മസാലകളും ചേർത്ത് ഇളക്കി നമ്മൾ വെച്ചിരുന്ന മസാലകളൊക്കെ എടുത്തു. ഇനി അതിലേക്ക് വീണ്ടും സ്വല്പം ഉപ്പ് ചേർക്കണം, കാരണം ആ ഉപ്പൊക്കെ നമ്മൾ വറ്റിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു കിലോ സവോള എടുത്താക്കിയാണ്. അപ്പോൾ 100 ഗ്രാം കടലപ്പൊടി, 50 ഗ്രാം മൈദപ്പൊടി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ച് റെഡിയായി കഴിയുമ്പോൾ ഇനി നമുക്ക് ഉള്ളിവട വെക്കുകയോ അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കുകയോ ചെയ്യാം. ഇത് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഒരു ഉണ്ട ഉരുത്തി അതിനൊന്ന് പരത്തി ഉഴുന്നുവടയ്ക്ക് ദ്വാരം ഉണ്ടാക്കുന്ന മാതിരി, വേണമെങ്കിൽ ദ്വാരം ഇല്ലാണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് സൺഫ്ലവർ ഓയിലിലോ പാം ഓയിലിലോ നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം കുറച്ച് തീ കൂടുതൽ വേണം, പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കുഴയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം പിന്നെ വേറെ ചേർക്കേണ്ടതില്ല, കാരണം ഓൾറെഡി സവോളയ്ക്കകത്ത് വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൊണ്ട് തന്നെ കുഴയ്ക്കാവുന്നതാണ്. നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാലും കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെയും കുറവ് വരുന്ന തോന്നണമെങ്കിൽ സ്വല്പം ചേർത്ത് തരും. ഓക്കെ, കട്ടയായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ഉള്ളിവട റെഡി ആയിരിക്കുന്നു. വി ആർ റെഡി ടു ഈറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ഇനിയും ഒത്തിരി സ്നാക്സ് ഈ കടയിൽ, ബേക്കറി കടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു.